ഇത് വലിയ അപകടം പിടിച്ചൊരു ചലഞ്ചാണല്ലോ. ഓ എനിക്ക് രുദ്ര സഹായിച്ചേ മതിയാവൂ. അന്തർ മന്ദർ. വേണ്ട മൈന, നീ ചെയ്യണ്ട, ഞാൻ ചെയ്യാം. ചേടാ, ഇതെന്താ പറ്റിയത്? എന്റെ മാജിക്കും മൈനയുടെ മാജിക്കിനെ കോപ്പി ചെയ്ത് പോരുവാണല്ലോ. മായ ഐലൻഡിന്റെ കാര്യത്തിൽ ഒരു മാജിക്കിനും രുദ്രയെ സഹായിക്കാനാവില്ല. നിങ്ങളുടെ എല്ലാവരുടെയും മാജിക്കും റിവേഴ്സ് ആയി പോകും. ഇനി രുദ്രയെ എങ്ങനെ രക്ഷിക്കുന്നേ? ഞാൻ ഈ നിൽക്കുന്ന മാജിക്കൽ ഫ്ലവേഴ്സിൽ മിന്നൽ കൊണ്ടിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഇത് തന്നെ ഉപയോഗിക്കാൻ പോവാ. എന്തുപറ്റി മേഘം സാറേ? മിന്നലിന്റെ സ്റ്റോക്ക് മുഴുവൻ തീർന്നു പോയോ? ഓഹോ, രുദ്ര, ഞാൻ ഈ ട്വിസ്റ്ററിന്റെ സഹായത്തോടെ എങ്ങനെയെങ്കിലും മുകളിലേക്ക് ചെല്ലണം. രുദ്ര ആദ്യത്തെ ചലഞ്ച് വിജയിച്ചിരിക്കുകയാണ്. നിന്റെ മാജിക്കിന്റെ ഒരു ഭാഗം നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. രുദ്രയുടെ മാജിക് ബോൾ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചെറുതായത്? രുദ്ര അവന്റെ മാജിക് പവർ തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്തോ ഒരു മാന്ത്രികം കാണിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയുമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് അവന്റെ ഷീൽഡിനെ തകർത്തേ പറ്റൂ, അല്ലെങ്കിൽ രുദ്ര അവന്റെ മുഴുവൻ ശക്തിയും തിരിച്ചെടുക്കും. അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും ശക്തി ഉപയോഗിച്ച് ഇതിനെ നമുക്ക് തകർക്കണം. നോക്ക്, ആദ്യത്തെ ചലഞ്ച് വളരെ ഈസി ആയിരുന്നു. അതിൽ വിജയിച്ചത് കൊണ്ട് നീ ഒരു വലിയ മജീഷ്യനാണെന്ന് കരുതണ്ട. പക്ഷെ ഈ ചാലഞ്ച് നിന്റെ ബുദ്ധിക്കുള്ള പരീക്ഷണമാണ്. നീ ആ കാണുന്ന ലാവ വാലി തരണം ചെയ്ത് ആ കാണുന്ന നിലാവിലെ കല്ലിനടുത്തേക്ക് എത്തണം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? വല്ല ഇടിയും മിന്നലും ആയിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ലാവയിലേക്ക് തള്ളിയിടും. രുദ്ര, നീ എങ്ങനെയാ? ഈ ചലഞ്ച് രുദ്ര വളരെ ഈസി ആയിട്ട് തന്നെ. രുദ്ര, സൂക്ഷിച്ച്. ഈ കല്ലുകളൊക്കെ ആണെങ്കിൽ മുന്നോട്ടും പോകുന്നില്ല, പുറകോട്ടും വരുന്നില്ല. ഇതൊക്കെ ഉപയോഗിച്ച് ഞാൻ എങ്ങനെയാ മുന്നോട്ട് പോകുന്നേ? ചേട്ടാ, ഈ കല്ലെന്തിനാ രുദ്രന്റെ ലാവന്റെ ഇടയ്ക്ക് കയറി കൊണ്ടുപോകുന്നത്? ഇത് ബുദ്ധിക്കുള്ള പരീക്ഷണമാണ്. എനിക്ക് തോന്നുന്നത് ഈ കല്ലുകൾ വേറെ വശത്തൊന്നും വേറെ വേറെ ഡയറക്ഷനിലോട്ടാ പോകുന്നത്. എന്റെ കൈവശമുള്ള കുറച്ച് മാജിക് കൊണ്ട് ഈ രണ്ടിനെയും വെവ്വേറാക്കി കഴിഞ്ഞാൽ ഏറ്റവും മുന്നിലുള്ള കല്ല് ആദ്യമേ പോയി ചെല്ലും. നന്നായിട്ടുണ്ട് രുദ്ര. അടിപൊളിയായിട്ടുണ്ട് രുദ്ര. ഓ, ഈ പയ്യൻ വളരെ ബ്രില്യന്റ് ആണല്ലോ.
നല്ല ധൈര്യത്തോടൊപ്പം വളരെ ബുദ്ധിയുമുണ്ട് ഇവന്. പക്ഷെ ഇവൻ മൂന്നാമത്തെ ചലഞ്ചിൽ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ? രുദ്ര കുറച്ചായിട്ട് അവന്റെ മാജിക്കൽ പവേഴ്സ് വീണ്ടെടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മെഡിറ്റേറ്റ്. മതിയാക്ക് നിന്റെ ഈ കണ്ണുമടച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കുന്ന നാടകം. ഒരല്പസമയം കൂടി ലേറ്റ് ആയാൽ ആ രുദ്ര അവന്റെ മുഴുവൻ മാജിക് പവറും തിരിച്ചു സ്വന്തമാക്കും. ഇനിയിപ്പോ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ തീരൂ. മക്കുങ്ക അത്തരമൊരു മാജിക് ഞാൻ ചെയ്യുന്നു. മാജിക് നോളജ് ബുക്ക് എനിക്ക് പറഞ്ഞുതാ. ഞാൻ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയൂ. മാജിക് നോളജ് ബോൾ പറയൂ. എങ്ങനെയാണ് രുദ്രയുടെ മാജിക്കിന്റെ കവചം തകർക്കേണ്ടത്? പറയൂ. അത്തരമൊരു പവർഫുൾ ഷീൽഡ് ബ്രേക്കിംഗ് വെപ്പൺ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുക? പറയൂ മാജിക് ബോൾ പറയൂ. അപ്പോ അത് രുദ്രയുടെ പാലസിൽ തന്നെ ഉണ്ടല്ലേ? രുദ്രയുടെ മാജിക്കൽ ഷീൽഡിനെ തകർക്കാൻ മാത്രം ശക്തിയുള്ള ആ മാജിക്കൽ സ്വോർഡ്. സങ് സിറ്റി മക്കുങ്ക ഇതാ വരുന്നു നിന്റെ സങ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അയ്യോ ഇല്ല, മക്കുങ്ക രുദ്രയുടെ സിറ്റിയിലേക്ക് പോവുകയാണ്. അവൻ ആ സ്വാഡ് കിട്ടുകയാണെങ്കിൽ പിന്നെ എല്ലാം നശിക്കുന്നതാണ്. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ. ഈ മാജിക്കൽ സ്ക്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം രുദ്രയെ ഇൻഫോം ചെയ്യാൻ പറ്റും. മക്കുങ്ക നിന്റെ മാജിക്കിന്റെ ഷീൽഡ് നശിപ്പിക്കാൻ വേണ്ടി സൺസിറ്റി വരെ പോവുകയാണ്. ഒരുപക്ഷെ അവനെ സ്വാഡ് കിട്ടിയാൽ നിന്റെ മാജിക് എല്ലാം അവസാനിക്കും. പിന്നെ മങ്കി ഐലൻഡിന്റെ കാര്യം വിട്ടേക്ക്, നമ്മളെ സൺസിറ്റി കൈവിട്ടു പോവും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കൂട്ടുകാരെ. അവസാനത്തെ ഒരു ചാലഞ്ച് മാത്രമാ ബാക്കി. അതിനുശേഷം എന്റെ മാജിക് മുഴുവൻ എനിക്ക് കിട്ടും. അതിനുശേഷം മക്കുങ്കയ്ക്കും പണ്ടറാങ്കയ്ക്കും എന്നെ ഒരു ചൂക്കും ചെയ്യാൻ കഴിയില്ല. അത് സംഗതി കൊള്ളാലോ. ഈ ചലഞ്ച് വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. ഇതിപ്പോ നമുക്ക് നേരെ അങ്ങ് പോയാ മതി. ബെസ്റ്റ് ഓഫ് ലക്ക് രുദ്ര. രുദ്ര, അവസാനത്തെ ചലഞ്ച് നീ തനിയെ വേണം ഫേസ് ചെയ്യാൻ. നിനക്കുള്ള സമയം ഒരു മിനിറ്റ് മാത്രമാണ്. എന്റെ അടുത്തേക്ക് വന്നേക്ക്. 2 മാജിക്കൽ സ്റ്റോൺസും എനിക്ക് തന്നിട്ട് നിന്റെ എല്ലാ പവേഴ്സും നീ തിരിച്ചെടുത്തോ. അല്ലെങ്കിൽ നീ ചെയ്യാൻ താമസിച്ചാൽ ഞാൻ നിരന്തരമായിട്ട് അപ്രത്യക്ഷമാവും. പിന്നെ നിന്റെ എല്ലാ മാജിക്കൽ പവേഴ്സും ഇപ്പൊ എന്റെ കയ്യിലുള്ളതും നീ ഒരുപാട് കാലം ചെയ്തതും അതെല്ലാം നിരന്തരമായി നിന്നെ വിട്ട് പിരിഞ്ഞു പോവും. Your time starts now. രുദ്രയുടെ മാജിക് ആർക്കും തട്ടിപ്പറക്കാൻ കഴിയില്ല. എനിക്കറിയാം മാജിക്കൽ ദാദാ, ഇവിടെ എന്തോ സംഭവിക്കാൻ പോവാണ്. ഈ ചാലഞ്ച് അത്രയും എളുപ്പമാകാൻ സാധ്യതയില്ല. എനിക്ക് ഈ കാര്യം അറിയായിരുന്നോ? രുദ്ര, ഒരുപക്ഷെ നിന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ നീ അങ്ങോട്ട് പോയാൽ നിന്റെ മാജിക്കൽ പവേഴ്സ് നിരന്തരമായിട്ട് നഷ്ടപ്പെടും. നിനക്ക് മനസ്സിലായോ? രുദ്രാവിന്റെ മാജിക് എപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതാർക്കെങ്കിലും പരിക്കേൽക്കാൻ വഴിയൊഴുക്കുവാണെങ്കിൽ ആ മാജിക്കിന്റെ ആവശ്യം എനിക്കൊട്ടുമില്ല. നീ ആലോചിക്കേ, നീ നിരന്തരമായി മാജിക് ലെസ് ആയി പോവും. പേടിക്കണ്ട ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ അനുവദിക്കില്ല.
നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഞങ്ങള് ഓക്കെയാണ് രുദ്ര. പക്ഷെ നിന്റെ മാജിക് നിന്നെ ചാലഞ്ച് ചെയ്ത് തോറ്റുപോയി. കുഴപ്പമില്ല കൂട്ടുകാരെ, എന്റെ മാജിക്കൽ പവേഴ്സ് തിരിച്ചു കിട്ടാൻ വേറെ എന്തെങ്കിലും വഴി കാണും. അതിന്റെ യാതൊരു ആവശ്യവുമില്ല രുദ്ര. നിന്നെക്കാളും ശക്തനായ മജീഷ്യൻ വേറെ ആരുമില്ല. ഇന്ന് വരെ ആരും ഒരു ചാലഞ്ച് പോലും ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ നീ 3 കടന്നുപോയിരിക്കുന്നു. ഞാൻ ജയിച്ചെന്നോ? പക്ഷെ എങ്ങനെ? അത് നിന്റെ നന്മ നിറഞ്ഞ മനസ്സിനെ ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമായിരുന്നു ഈ ചാലഞ്ചിന്റെ ലക്ഷ്യം. നീ നിന്നെയും നിന്റെ മാജിക്കിനെയുമാണോ സ്നേഹിക്കുന്നത്, അതോ നീ നിന്നെക്കാളുമേറെ മറ്റുള്ളവരെ സഹായിക്കാനാണോ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നീ നിന്റെ മാജിക്കിനെക്കാളേറെ നിന്റെ കൂട്ടുകാരെയാണ് സെലക്ട് ചെയ്തത്. വെരി ഗുഡ്, സഭാഷ്. ഇത് സംഗതി പൊളിച്ചല്ലോ. രുദ്രയ്ക്ക് അവന്റെ മാജിക്ക് വളരെക്കാൾ ശക്തിയായി തിരിച്ചു കിട്ടിയിരിക്കുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.